സാധാരണ വിഷുവിന്റെ തലേന്ന് നിന്നെ ഇവിടെ നിന്ന് കാണാറില്ലല്ലോ. ഇത്തവണ പഞ്ചരത്നത്തിൽ നിനക്ക് സീറ്റ് ഇല്ലല്ലേ? പകരം നിന്റെ വീട്ടിൽ ആഘോഷം കാണേണ്ടതാണല്ലോ. അല്ല, ഈ മൂത്ത മരുമകൾ ഒഴിവായി പോയതിന് ശേഷമുള്ള ആദ്യ വിഷുവല്ലേ? സുശീലാമ്മ ഇതൊരു ആഘോഷമാക്കാതിരിക്കില്ലല്ലോ. കുറെ നാളത്തെ പരിശ്രമത്തിന്റെ വിജയമല്ലേ, ആഘോഷിക്കാതിരിക്കോ? ഗോകുൽ, നിനക്കെന്റെ അമ്മയോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്കറിയാം. സത്യൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഇന്ദുവിന് ഞങ്ങളുടെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. എടാ, അതൊക്കെ വെറും വാക്കല്ലേ. നിന്റെ അമ്മയുടെ നാക്ക് പിടിച്ചു കെട്ടാൻ നിനക്ക് പറ്റുമോ? പറ്റുമോ? നിന്റെ അമ്മയെ ഏതെങ്കിലും രീതിയിൽ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിന്റെ ഭാര്യയും കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടില്ലായിരുന്നടാ. നീ ഇവിടെ നിന്നിങ്ങനെ നിപ്പനടിക്കാതെ ആ പഞ്ചരത്നത്തിൽ പോയി ആഘോഷിക്കുമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ലേ? ഗോകുലേ, എന്റെ അമ്മയ്ക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അതൊന്നും നീ എണ്ണണ്ട. നീ നിന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോഴും നീ നിന്റെ അമ്മയെ വെള്ളപൂശാൻ നിൽക്കുവാണോ? പിന്നെ നാട്ടുകാരാ തള്ളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന നീ കാണേണ്ടി വരും. എന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് എന്റെ അമ്മ തന്നെയാ. ആളുകൾ കല്ലെറിഞ്ഞാ ഞാൻ നിന്നുകൊള്ളും. ഇന്ദ്രൻ വീണാലേ ഇന്ദ്രന്റെ അമ്മയുടെ ദേഹത്തൊരു കല്ല് വീഴൂ. നിന്ന് ചൊറിയാതെ പോവാൻ നോക്കടാ. പോടാ.